മുത്തശ്ശൻ പറഞ്ഞതുപോലെ അനുസരിക്കാനായിട്ട് നയന തയ്യാറാവുന്നുട്ടോ. അവൾ മുത്തശ്ശനോട് പറയാണ്, ആദർശേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല. അന്ന് തന്നെ അമ്പലത്തിൽ വെച്ച് മുത്തശ്ശനെയും ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചതല്ലേ. ആദർശേട്ടന് മുത്തശ്ശൻ്റെ അസുഖത്തെ ഓർത്ത് മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു സ്നേഹം എനിക്ക് ആവശ്യമില്ല മുത്തശ്ശ. അന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരിക്കലെങ്കിലും ഒരിക്കൽ എന്നെ ആദർശേട്ടൻ സ്വീകരിക്കുമെന്ന്. പക്ഷെ ഒരിക്കലും ആദർശൻ എന്നെപ്പോലെ പെണ്ണിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഞാൻ കടന്നു വന്ന വഴിയും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയുമൊക്കെ എൻ്റെ ആദർശേട്ടന് എന്നെ സ്നേഹിക്കാൻ ഒരു തടസ്സമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിട്ട് നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇനി ഞാൻ യാചിച്ച് പുറകെ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ മോള് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അതെല്ലാം ശരിയാവും. ഈ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളുടെ ജീവിതം ശരിയാക്കിയിട്ട് മാത്രമേ മരിക്കുള്ളൂ എന്ന് പറയുമ്പം മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയല്ലേ, ഒരുപാട് കാലം ഈ മുത്തശ്ശൻ ഞങ്ങളോട് ജീവിക്കണം എന്ന് നയന പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ദൈവം എല്ലാവർക്കും ഒരു ആയുസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം അതിൻ്റെ മുക്കാഭാഗം എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, വിളിച്ചാൽ പോയല്ലേ പറ്റൂ. ഞാൻ വരില്ല എന്ന് വാശി പിടിച്ചിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നയനയും ആ മുത്തശ്ശിയും അത് കേട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫയൽസൊക്കെ എടുത്ത് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ടോ. അങ്ങനെ നയന ആ മുറിയിലേക്ക് കയറി വന്നിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ആദർശിൻ്റെ ഒരു ബാഗ് അവിടെ കാണുന്നത്. ഇതിനകത്ത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നയന ആ ബാഗ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതിൽ നിന്നിട്ട് ഒരു പേപ്പർ കിട്ടുന്നുണ്ട്. പേപ്പർ കിട്ടുമ്പം നയന ഞാൻ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം ക്ലയൻസ് പുതിയതായിട്ട് ആവശ്യപ്പെട്ട ഒരു ഡിസൈനായിരുന്നു ആ ബാഗിൻ്റെ ഉള്ളിൽ. അത് കണ്ടപാടെ നയനയ്ക്ക് ചിരിയും സങ്കടവും എല്ലാം വരുന്നുണ്ട്. കാരണം അവരുടെ കോൺസെപ്റ്റും ആദർശ് വരച്ചേക്കുന്നതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരുടെ കോൺസെപ്റ്റ് എല്ലാം അവർ പറഞ്ഞത് ആ പേപ്പറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നയന ഓർക്കാണ്, ഓഹോ എന്നോട് പറയാനുള്ള മടിക്കാരനായിരിക്കും ഇമാതിരി ഒരു പണി കാണിച്ചു വെച്ചത്. ഇതും കൊണ്ട് ചെല്ലുമ്പം ക്ലയൻസിൻ്റെ വായന നന്നായിട്ട് കേൾക്കട്ടെ. കേട്ട് കഴിഞ്ഞ് വന്നിട്ട് എന്നടുത്ത് ചോദിച്ചാൽ മാത്രമേ ഞാൻ അതിന് സമ്മതിച്ച് കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് ചെന്നിട്ട് ആദർശനെ സഹായിക്കാനൊന്നും ഞാനില്ല. സഹായിച്ചാലും ഒരു സ്നേഹമോ നന്ദിയോ കടപ്പാടോ ഒന്നും തിരികെയില്ല. പിന്നെന്തിനാ ഞാൻ വെറുതെ സഹായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദർശേട്ടൻ ഇങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹായിച്ച് കൊടുക്കാം എന്നൊക്കെ നയന സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫയലൊക്കെ ആയിട്ട് നേരെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും താഴെ വെച്ചിട്ട് ജയൻ ചോദിക്കുകയാണ്, ആദർശ് ആ ഡിസൈനിൻ്റെ കാര്യം എന്തായി? ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വെച്ചാൽ അബിയോട് ചോദിക്കുകയാണ്. അബി ഞാൻ പറഞ്ഞ ഡിസൈൻ നീ വരച്ചിട്ടില്ലേ? ഉണ്ട് ആദർശേട്ടാ, ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ഡിസൈൻ കൊണ്ട് ഞങ്ങളൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താടാ ഇപ്രാവശ്യം നീ നയനെ വിളിക്കുന്നില്ലേ? ആദർശ് പറയാണ്, നയന വരുന്നതിന് മുമ്പും നമ്മുടെ കമ്പനിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനി അങ്ങനെയൊക്കെ മതിയില്ലേ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനെ കണ്ണ് കാണിക്കുകയാണ്, മുത്തശ്ശിനെ സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ആദർശ് പറയണ, അല്ല മുത്തശ്ശ, നയന വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഡിസൈനുകൾ ചെയ്തിട്ടില്ലേ? ഇത്രയും കാലം മോത്തിസ് ജ്വല്ലറി പിടിച്ചു നിർത്തിയത് തന്നെ നമ്മുടെ ഡിസൈനിങ് കൊണ്ടല്ലേ. അതുകൊണ്ട് നയനില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണമല്ലോ. നയനയ്ക്ക് ഇവിടെ ഇപ്പോൾ മുത്തശ്ശൻ്റെ കാര്യമൊക്കെ നോക്കി അവൾ ഒരുപാട് ബിസിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആദർശ് പ്ലേറ്റ് മാറ്റിയിടുന്നുണ്ട്. അപ്പം നയന ഉള്ളിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഡിസൈനിങ് കൊണ്ടല്ലേ പോകുന്നത്, പോയിട്ട് മോൻ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരും എന്നിങ്ങനെ നയന മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ പോയതിന് ശേഷം ജയൻ മുത്തശ്ശനോട് പറയാണ്, ശരിയാ പണ്ടൊക്കെ നമുക്ക് അതുപോലെ കഴിവും ഒക്കെ ഉള്ള ഡിസൈനർമാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവരെല്ലാവരും ഓരോ കമ്പനിക്കാർ തട്ടിയെടുത്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് വേണം ഓരോ ഡിസൈനും ക്രിയേറ്റ് ചെയ്യാൻ. അതിപ്പോഴത്തെ പിള്ളേരെ കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്കാണെങ്കിലും അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുന്നുണ്ട്. നയനമോളാണെങ്കിലോ ഇപ്പം അവർ പറയുന്ന ആ ഒരു ഡിസൈനും പണ്ട് നമ്മുടെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ഡിസൈൻസും എല്ലാം അവരുടെ മനസ്സിലുണ്ട്. അവരെന്ത് പറയുന്നു അത് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നയന പേപ്പറിൽ ഡിസൈനിൽ അച്ചടിച്ച് കൊടുക്കും എന്നൊക്കെ ജയനും മുത്തശ്ശനും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യയും ജലജയും അവിടെ നിന്ന് കണ്ണ് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലജ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മോനും അവിടുത്തെ ഡിസൈനറും അവിടുത്തെ MD ഒക്കെ തന്നെയാണ്, എന്നിട്ടും ആർക്കും അവനെ ഒരു വിലയുമില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിങ്ങനെ മുറുമിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. നവ്യ പറയാണ്, ആ അബിയുടെ ഡിസൈൻ എങ്ങനെയെങ്കിലും ഒന്ന് സെലക്ട് ആയാൽ മതിയായിരുന്നു. ആദർശിൻ്റെ ഡിസൈൻ ഒരിക്കലും സെലക്ട് ആവരുതേ. അബിയുടെ ഡിസൈൻ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവനതൊരു വെയിറ്റ് ആയിരിക്കും, അങ്ങനെ അവന് സ്ഥാനക്കയറ്റവും കിട്ടും എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുമ്പം ചെറിയമ്മ പറയാണ്,
ആദർശ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മോളവിടുന്ന് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ ചിരിച്ചൊന്നുമില്ല. എനിക്കറിയില്ല എൻ്റെ മോളെ. ഞാൻ കണ്ടതാ മോള് ചിരിക്കുന്നത്. അത് വേറൊന്നുമല്ല. ആദർശ് വെച്ച ഡിസൈൻ മോള് കണ്ടു കാണും. അതെന്തായാലും കൊള്ളില്ലെന്ന് പറയുമ്പോൾ മോളുടെ അടുത്തേക്ക് തന്നെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ആദർശ് വരുന്നോർത്തല്ലേ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ ഈശ്വര, ഞാൻ മനസ്സിൽ കണ്ടത് അതേപോലെ പറഞ്ഞല്ലോ ചെറിയമ്മയാണ് ഹീറോ ഇവിടുത്തെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ മനസ്സിൽ കരുതിയത് അതേപടിയാ ചെറിയമ്മ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശേട്ടൻ വന്നിങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഡിസൈൻ വരച്ച് കൊടുക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ചെറിയമ്മ ഇങ്ങനെ നയനെ ചെറിയമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചെറിയമ്മ വെള്ളവുമായിട്ട് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോകുമ്പം ഈ കാര്യങ്ങൾ മുഴുവനും ചെറിയമ്മ മുത്തശ്ശിയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, നയനമ്മൾ എടുത്ത ആ തീരുമാനം നല്ലത് തന്നെയാണ്. കാരണം അവൾക്ക് ഈ വീട്ടിലൊരു വിലയുണ്ടാവണമെങ്കിൽ അവൾ ഈ സ്റ്റാൻഡിൽ നിന്നേ പറ്റുള്ളൂ. അളിഞ്ഞു പിടിച്ച് എപ്പോഴും ആദർശിൻ്റെ പുറകെ അവൻ്റെ സ്നേഹത്തിനോട് യാചിച്ചാണെന്നാൽ അവന് യാതൊരു വിലയും കാണില്ല. പകരം അവളുടെ പുറകെ അവന് നടത്തിച്ചാലുണ്ടല്ലോ അവൾക്ക് അതിൻ്റെ ഡിമാൻഡും വിലയൊക്കെ ഉണ്ടാവും. അവളിപ്പോൾ ചെയ്തത് കറക്റ്റായ കാര്യമാണ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ചെറിയമ്മ പറയാണ്, അത് തന്നെയാണ് ഞാനും കരുതിയത്. എന്തായാലും അവൾ പറയുന്നത് ആദർശിച്ച ഡിസൈൻ പോരാന്നാ. അവർ ആ ഡിസൈൻ കൊണ്ട് തിരികെ വരുമ്പം അവളുടെ അടുത്തേക്ക് തന്നെ വരുമെന്നാ അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അവൾ കൊള്ളില്ലെന്ന് പറഞ്ഞെങ്കിൽ ആ ഡിസൈൻ മോശം തന്നെയായിരിക്കും. എന്തായാലും എന്താ സ്ഥിതിയായെന്നുള്ള കാര്യം ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ട് പറയാം. കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശും അബിയും അതുപോലെ തന്നെ കമ്പനിയിലെ പവിത്രയും കൂടെ ചെയ്ത ഡിസൈൻസ് 3 ഒക്കെ ആയിട്ട് അവർ റെഡിയായിട്ട് ക്ലയൻസിന് മുന്നിൽ വന്നിരിപ്പുണ്ട്. ക്ലയൻസ് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണിക്കാൻ പറയാണ്. അങ്ങനെ ഡിസൈൻസൊക്കെ കാണിക്കുമ്പോഴേക്കും ക്ലയൻസ് പറയാണ്, എന്താ ആദർശേ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഈ ഡിസൈൻസ് ഒന്നും ഇപ്പോഴത്തെ ജനറേഷനൊന്നും പിടിക്കില്ല. ഇപ്പോഴത്തെ ജനറേഷൻസിനൊക്കെ കല്യാണത്തിനൊക്കെ ഇടുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് അതൊക്കെ അവരുടെ എല്ലാം മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഒട്ടും ആയില്ല. ഞാൻ ഡീറ്റെയിലായിട്ട് എഴുതി തന്നതല്ലേ, എന്തായാലും ഈ ഡീല് വേണ്ടെന്ന് വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൂടെയുള്ളൊരു ക്ലയൻറ്റ് ചോദിക്കുകയാണ്, അല്ല ആ ഡിസൈനർ നയന എവിടെ? ആ കുട്ടികളൊരു മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണല്ലോ. ഞങ്ങൾ കരുതിയത് ഈ ഡിസൈൻ അവരെ ഏൽപ്പിച്ചിട്ട് അവരിതെല്ലാം സൂപ്പറായിട്ട് ചെയ്യുന്നതാണ്. ഈ 3 ഡിസൈൻസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നയനയുടെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ കൂടി വരാം. നാളെയും കൂടിയിട്ട് ആ ഡിസൈൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അബിക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അബിക്കും പവിത്രയ്ക്കൊക്കെ ആദർശ് മനസ്സിൽ കയറി കാണാം, ഇതും ഫ്ലോപ്പ് ആയല്ലോ, ഇനി അവളെ ഞാൻ എങ്ങനെ പോയി കാല് പിടിക്കും എന്ന് ആലോചിച്ച് ആദർശിരിക്കുകയാണ്. അപ്പോഴേക്കും അബി പറയാണ്, ആദർശേട്ടാ ഞാൻ മറ്റൊരു ഡിസൈൻ കൂടി വരച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഡിസൈനറായിട്ടും കൊണ്ട് കയറി വന്ന പവിത്രയ്ക്കും എന്നെ കൊണ്ടും പറ്റുന്നില്ല അവന്മാരെ തൃപ്തിപ്പെടുത്താൻ. എന്തായാലും നയന എന്നെ വരയ്ക്കട്ടെ, എന്തായാലും അവളോട് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞിട്ട് പവിത്രയും പോകുന്നുണ്ട് കേട്ടോ. അബി ഓർക്കാണ്, എങ്ങനെയെങ്കിലും അവളുടെ ഈ വര മുടക്കണം, അതല്ലെങ്കിൽ ഞാനൊക്കെ നാണം കിട്ട് മുണ്ടിട്ട് ഇതിൽ നടക്കേണ്ടി വരും എന്നിങ്ങനെ അബി പറയാണ്. അവളെ ഇനിയും വളരെ അനുവദിച്ചാൽ അവൾ എല്ലാ സ്ഥാനങ്ങളും കൈക്കലാക്കും. ഇവിടുത്തെ ഹെഡ് ഡിസൈനറായിട്ടും അവൾ ഇവിടെ കയറി പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊന്നും ഇല്ലാതാക്കണം എന്നിങ്ങനെ അബി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, അത് നമ്മൾ അടുത്തിടയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടെ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.